നീ ഇന്നലെ ഇഡ്ഡലിയുടെ മാവ് അരച്ച് വെച്ചല്ലോ, നേരം വിളിച്ചപ്പോ അത് അപ്പോ ആയോ? ശരിയാണ്, ഞാനും കണ്ടായിരുന്നു അരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ അതെ കൊച്ചമ്മ, ഞാനേ മാവില് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിക്കുന്നു. ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്തിൽ നേരത്തെ ഉപ്പിട്ടെന്ന് മറന്ന് വീണ്ടും ഉപ്പിട്ട്, എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച 3 ഉപ്പിട്ട്, അങ്ങനെ 3 തവണ ഉപ്പിട്ട്. 3 തവണ ഇട്ടുള്ളോ? അതെ അതെ അതെ. ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞ് നീ അരച്ചു വെച്ച ഇഡ്ഡലി മാവ് ഉപ്പുമാവായി. എന്തോന്ന് മുത്തുവണ്ണ, ഇത്രയും ബോധമൊന്നുമില്ലേ? അയ്യോ, ബോധം ഉണ്ടായിരുന്നു. അവന്റെ ബോധം കണ്ടാ അറിയാമല്ലോ. അതെ, അങ്ങനെയും പറയാം. അതുപോട്ടെ, എന്തിയേ പിങ്കി ലക്ഷ്മിയൊക്കെ? അവര് അമ്പലത്തിൽ പോയിട്ട് വന്നില്ല. ഞായറാഴ്ചയല്ലേ, അപ്പൊ അവിടെ നല്ല തിരക്കായിരിക്കും. അതുപോലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ താമസിച്ചാണ് ഇറങ്ങിയത്. പ്രതീക്ഷ ഉറങ്ങുന്നു, എണീറ്റില്ല. ഉറങ്ങുന്ന ഇപ്പൊ കൊച്ചമ്മ പറഞ്ഞതേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് അമ്മ. അയ്യോ ഗുഡ് മോർണിംഗ്. എന്റെ പൊന്നുമോൻ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയി പോയി, ഒരു ഫിലിം കണ്ടോണ്ടിരിക്കുവായിരുന്നു. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അത് തന്നെ, അവന്റെ ആ ജോലിയുടെ ഒരു തീവ്രത സിനിമ കണ്ടേ. ഇത് കേട്ടാ അമ്മ, ഞാൻ രാത്രി നോക്കുമ്പോഴേ ഒരാള് ഫോണിൽ തന്നെയാണ് നോക്കിയാണ് കണ്ണും ചുവന്നിരിക്കുന്നത്, ഉറങ്ങാതാ. ചുവന്നിരിക്കണ കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ കിടന്ന് ഉറങ്ങാലോ. എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും കിടന്നുറങ്ങാന്ന്? ഇന്നത് നടക്കത്തില്ല എന്റെ പൊന്നുപോലെ. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വക്കീലിന്റെ വീട് വരെ ഒന്ന് പോണം. ഒരു ഫയല് അയാൾ തന്നു വിടും. പിന്നെ നമ്മുടെ ഓഡിറ്റർ ഇല്ലേ ബിബിൻ, അവന്റെ വീട്ടിലും പോണം. അതെനിക്കറിയാമല്ലോ വീട് അവിടെ. അമ്മ ഇന്നും പറ്റത്തില്ല അമ്മ, അന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. കൂട്ടുകാരൊക്കെ ഒന്ന് കാണണം, പിന്നെ ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. എടാ, ഇത് രണ്ടും അത്യാവശ്യമുള്ള കാര്യം, നീ അത് ചെയ്തു തന്നേ പറ്റൂ. എനിക്ക് പറ്റത്തില്ല അമ്മ, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കാശ് കൊടുത്ത് കുറെ സ്റ്റാഫുകളെ വെച്ചിട്ടില്ലേ, അവരില്ല ഇതെല്ലാം പോയിട്ടുണ്ടോ? ഞാനാണോ? അയ്യോ പ്രതീക്ഷ, ഇങ്ങനെയാണ് അമ്മയോട് സംസാരിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ പറയണ്ടല്ലോ മുത്തോണ്ട. അതെ അതെ അതെ, കാരണം അവന്റെ ചെലവെല്ലാം അയൽവക്കാരാ നോക്കുന്നതേ. അവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ കാശ് കൊടുക്കുന്നത്. എന്തോന്നാ? എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ജീവിതത്തില് ഉത്തരവാദിത്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നിന്റെ കാര്യം നീ നോക്കിയിട്ടുണ്ടോ? ഇല്ല. നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, എവന്റെങ്കിലും ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തിട്ടുണ്ടോ? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാനി. അതല്ല മുത്തു, നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാറില്ല. അതുകൊണ്ട് കിട്ടുമ്പോ നമ്മൾ പറയുക. മോനെ ഇതൊക്കെ ശരിയല്ല. എത്ര പ്രാവശ്യം ഞാൻ ഇവനോട് പറഞ്ഞ ആഫീസിൽ തന്നെ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ. ഇവൻ ചെയ്തോ? അല്ല കൊച്ചമ്മ, ഇപ്പം മൊബൈൽ കടയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ, അതോടെ ആവും. നടന്നോണ്ടിരിക്കുവാ. മതിയല്ലോ, അതിനോട് കാശ് അത് കൊച്ചമ്മ കൊടുക്കുന്ന ആണല്ലോ. അതാ ഞാൻ പറയുന്നത്. നിർത്തമ്മ, ആഹാരം കഴിച്ചിട്ട് പോ. മതി. അതെ, ഈ ആഹാര സാധനം ഇങ്ങനെ നിന്നിച്ച് പോതൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഇത് വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ എളുപ്പമാ മക്കളെ. പക്ഷെ അതിനുള്ള വക ഉണ്ടാക്കാനേ ഇച്ചിരി കട്ടിയാ, ബുദ്ധിമുട്ടാ. അത് നീ അറിഞ്ഞിട്ടില്ല. അതാ നിനക്ക് ഇത്രയും നിന്ന ആഹാരത്തിനോട്. ഒന്ന് പറഞ്ഞുകൂടെ കേട്ടാ മക്കളാ, ഒന്നും വയ്യ, എല്ലാം അമ്മച്ചി നോക്കിക്കണം വയസ്സുകാലത്ത്. കഴിച്ചു തീർന്നില്ല. മതിയെങ്കിൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ അവന് നിന്റെ വില അവന് അറിയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.